ഇവിടെ നമ്മളെ എല്ലുമോള് നല്ല വ്ളോഗ് എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. നല്ല വെളിച്ചം വെച്ചേക്കുന്ന നല്ല വ്ളോഗ് എടുക്കണം. സായിക്കുട്ടി ഇപ്പൊ ചീജിന്റെ ചാനലാണല്ലേ? നമ്മുടെ ചാനലൊന്നും സായിക്കുട്ടിയെ കാണാലോ. സായിക്കുട്ടിയെ വരാറുണ്ടോ? നമ്മുടെ ചാനലൊക്കെ ഒന്ന് വരുമുണ്ടോ? ഹലോ ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ പെരുന്നാൾ തലേ ദിവസത്തെ വീഡിയോക്ക് എല്ലാവർക്കും പ്രിയ കൂട്ടുകാർക്ക് ഹൃദ്യമായ സ്വാഗതം കേട്ടോ. നമ്മൾ നാളെ ആവും പെരുന്നാൾ എന്നുള്ളത് ഒരു ഏകദേശം 90% എല്ലാവർക്കും ഉറപ്പായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു നാളെ കൂടി നോമ്പായിരിക്കും. കാരണം കുറേ കൂടി പരിപാടികൾ ഉണ്ടായിരുന്നു. എനിക്കുള്ള പെരുന്നാൾ ഡ്രസ്സൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യും. നമ്മൾ പെരുന്നാൾ തലേ ദിവസത്തെ കുറച്ച് എടുപിടി എന്നുള്ള കാര്യങ്ങളാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെരുന്നാൾ ഡ്രസ്സ് എനിക്കുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് അലക്കിയിട്ട് വിരിച്ചിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ കുറേ തുണികൾ വിരിച്ചിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മുകളിലേക്കല്ല വിരിച്ചിടാൻ പോവുക. പിന്നെ എന്നാലും കുറേ തുണികൾ നമുക്ക് മുകളിലേക്ക് കിട്ടും. കാരണം എല്ലാം പാടും ഇവിടെ കൊള്ളുന്നില്ല. അപ്പോൾ നമുക്കിത് നാളെ കിട്ടുന്നില്ല പ്രതീക്ഷയോടെ ഇത് നമ്മൾ ഉണക്കിയിടണം. നാളെ രാവിലെ എന്തായാലും തുടങ്ങും. കാരണം നമ്മൾ മെഷീനിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടാണ് ഇത് ഉണക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ ദിവസമായി രാവിലെ എന്താ പറയുക ഈ ബ്ലൗസ് ഇട്ടിട്ട് ജോലി ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടാണല്ലോ ശരി. ഇപ്പോൾ ഇന്നുമോൾക്ക് ഇവിടെ സ്റ്റഡി ലീവ് തുടങ്ങിക്കുന്ന സമയം കേട്ടോ. അപ്പോൾ ഇന്നുമോൾക്ക് സ്റ്റഡി ലീവ് തുടങ്ങിയ കാരണം കൊണ്ട് ഞാനല്ല ഇപ്പോൾ കിച്ചൻ്റെ ഡ്യൂട്ടി, ഇന്നുമോളാണ് കിച്ചൻ്റെ ഫുള്ള് ഡ്യൂട്ടി ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ പിന്നെ എനിക്കധികം അടുക്കളയിൽ ജോലി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഗ്ലൗസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. പുതിയ വാങ്ങിച്ച ഗ്ലൗസ് ഇങ്ങനെ പൊട്ടിക്കാതിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പുതിയ വാങ്ങിച്ച ഗ്ലൗസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഉണ്ണിയപ്പമാണ് കേട്ടോ. ഇന്നുമോൾക്ക് നമുക്ക് April 3 ഇന്നുമോളുടെ എക്സാം April 3, 4 അങ്ങനെയൊക്കെ ആയിട്ട് April 10 വരെ ഇന്നുമോൾക്ക് എക്സാം ആണ്. അപ്പോൾ ആള് സ്റ്റഡി ലീവിലാണ്. അപ്പോൾ ഇനി ഇന്നുമോൾ കിച്ചണിൽ കയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ കിച്ചണിൽ കയറേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ നാളെ പെരുന്നാളൊക്കെ പ്രമാണിച്ചിട്ട് നമ്മൾ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു 3-4 മണിക്കൂർ അരി കുതിരാൻ വെച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് ഇങ്ങനെ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് രാവിലത്തെ ഇന്നുമോളുടെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വരാം കേട്ടോ. ഇന്നുമോൾക്ക് ഇന്ന് ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി കോളേജിലേക്ക് പോകാനുണ്ട്. അപ്പോൾ രാവിലത്തെ കുറച്ച് ജോലികളിലാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് നമുക്ക് വേഗം ഒരുങ്ങിയിട്ട് പോകണം. കാരണം ഇപ്പം തന്നെ സമയം കുറച്ച് വൈകിയിരിക്കണം. എനിക്ക് അവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഭയങ്കര വെയിലും ഇതൊക്കെയാണല്ലോ 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര വെയിലാക്കാരം. അപ്പോൾ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറേ സ്റ്റെപ്സുകൾ ഉണ്ടാവില്ലേ. സൺസ്ക്രീൻ തേക്കണം, മോയ്സ്ചറൈസർ തേക്കണം, സിറം വേണം, പിന്നെ അത് പോരായിട്ട് നമുക്ക് മേക്കപ്പ് ഇടേണ്ടി വരും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുഖം ഒന്ന് വൃത്തിയായും തോന്നിക്കൊള്ളൂ. പക്ഷെ അത് ഒരുപാട് സ്റ്റെപ്സുമാണ്. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് കുറച്ച് എന്താ പറയുക പെർഫെക്റ്റ് അല്ലാത്ത പോലെ തോന്നുകയും ചെയ്യും. പക്ഷെ ഇനി ഇങ്ങനെ കുറേ സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഒരൊറ്റ പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ മൊത്തം ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മൾ നെറ്റോൻ്റെ പോസ് ആൻഡ് മാർക്സ് ഫേഷ്യൽ ബ്യൂട്ടി ഓയിൽ വിത്ത് SPF 50 എന്ന് പറഞ്ഞു കേട്ടോ. നമ്മളെ ഫേസിന് നന്നാക്കാൻ വേണ്ടി രാവിലെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ ഒക്കെ സ്കിൻ കെയർ ആണ് ആൾക്കാരാക്കാറില്ല. പക്ഷേ അതിന് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടാവും. പിന്നെ മാത്രമല്ല നമ്മളെ ഇന്ത്യത്തെ സ്കിൻ ടോൺ ആയാലും ശരി കേരളത്തിലായിക്കോട്ടെ നമുക്ക് മെലാനിൻ പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലായ കാരണം കൊണ്ട് നമുക്ക് ഏതൊരു ക്ലൈമറ്റ് ആയാലും നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആണ്. നമുക്ക് ഒന്നല്ലെങ്കിൽ ആക്നെ മാർക്സ് അല്ലെങ്കിൽ പിമ്പിൾസ്, ഏജിങ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് സർക്കിൾസ്, ഇതൊക്കെ വരുന്ന പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സ്കിൻ കെയറും ഇങ്ങനെ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം ഏത് ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനിലാക്കാറല്ലേ. നമ്മൾ ചിലപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മോയ്സ്ചറൈസർ ഒരു ബ്രാൻഡിൻ്റെ കാരം അല്ലെങ്കിൽ സിറം ഒരു ബ്രാൻഡിൻ്റെ കാരം. അപ്പോൾ നമ്മൾ മിക്സ്ഡ് ആയിട്ടല്ലേ ചെയ്യേണ്ടാവുക. അത് നമ്മൾ സ്കിന്നിന് ഡാമേജ് വരുത്താൻ ഒരുപാട് കാരണമാവും. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും സ്റ്റെപ്സ് ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ നെറ്റോഷോൻ്റെ ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് 100% നാച്ചുറൽ ആയ കാരണം കൊണ്ടാണ് സ്കിന്നിന് വല്ല ഡാമേജ് പറ്റുമോ അല്ലെങ്കിൽ ഇതിന് ഇറിറ്റേഷൻ വരും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഇത് അബ്സോർബ് ആവണം, നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ സ്കിന്നിന് ഒരു മോയ്സ്ചറൈസ് ഫീലാണ് തരുന്നത്. ഒരു ഓയിലി ഫീലായിട്ടൊന്നും വരത്തില്ല. ഒരു മോയ്സ്ചറൈസർ വെച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക അതേ ഫിനിഷിങ്ങിലാട്ടോ ഉണ്ടാവുന്നത്. ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ മുരിങ്ങ ലീഫാണ് കേട്ടോ. അത് മാത്രമല്ല 72% ഓയിലിക് ആസിഡും പിന്നെ 80+ ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരായിട്ട് സ്കിൻ കെയർ തുടങ്ങാത്ത ആൾക്കാർ, പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്കിൻ കെയർ തുടങ്ങിയിട്ട് ഇത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടല്ലോ എന്ന് നനച്ച് ഭയങ്കര ടെൻഷൻ അടിക്കുന്ന
ആൾക്കാർ എല്ലാ ആൾക്കാരും നമ്മളെ ഈ നാച്ചുഷുവാൻ്റെ പോസ് ആൻഡ് മാക്സ് ഫേഷ്യൽ ബ്യൂട്ടി ഓയിൽ വിത്ത് SPF 50 ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് മാറ്റി റെഡിയായി കോളേജിലേക്ക് പോകാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ പോട്ടെ ഗൈസ്, നേരം വൈകിക്കണ്. ഷാഹിന അവിടെ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് പലതും കേൾക്കാം. അപ്പോൾ ഇനി നേരം വൈകുന്നതിന് മുന്നേ ഞാൻ പോട്ടെ ഗൈസ്. ഇന്ന് ഇന്നുമോള് അവളുടെ 6th സെമ്മിൻ്റെ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. 100% ഫീസ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഹോൾ ടിക്കറ്റ് കിട്ടുക. ഏകദേശം 3 ലക്ഷം രൂപേൻ്റെ അടുത്താണ് അവളുടെ ഫീ വരുന്നത്. ഞാൻ ആ ഫീ മൊത്തത്തിൽ കെട്ടി അവൾക്ക് 6th സെമ്മിൻ്റെ ഹോൾ ടിക്കറ്റ് അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ, എനിക്ക് കയ്യിൽ വെച്ച് കൊടുത്തത് ടീച്ചറാണെങ്കിലും ടീച്ചർ ആ ഫീ കെട്ടിയാലാണല്ലോ ആ ഹോൾ ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നതൊക്കെ വെറുതെയാണ്. എല്ലാവർക്കും എല്ലാതും ചെയ്യാൻ പറ്റും. ഒന്ന് മനസ്സിരുത്തി നമ്മൾ പ്രയത്നിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ അവളുടെ കയ്യിൽ ഈ ഹോൾ ടിക്കറ്റ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും നമ്മൾ ഉണ്ണിയപ്പത്തേക്കിന് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ശർക്കര ഞാൻ കഴുകിയിട്ട് ഉരുകാൻ വെച്ചിട്ടുണ്ട്. ശർക്കര ഞാൻ എപ്പോഴും കഴുകിയിട്ടാണ് ഉപയോഗിക്കാറ് കേട്ടോ. ഇനി നമ്മൾ കുതിർത്ത് വെച്ച അരി പൊടിക്കാൻ പോവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഉത്തരം എന്ത് നൽകുമെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ചിലർ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ചിലർ ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ഇതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് എത്രയും വേഗം ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എനിക്ക് നിങ്ങൾ ഓരോരുത്തർ ആ വീഡിയോൻ്റെ അടിയിൽ വരുന്ന ഓരോരുത്തരെ കമൻറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഇതിനിങ്ങനെ നമുക്ക് ശരിക്കും മറുപടി നമുക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കണ കാട്ടിക്കും അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അരി പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയല്ലേ ഹൃദയം തരണേ കൂട്ടുകൂടണേ മൂപ്പര് വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തെക്കുവീർ പുറത്ത് ചെള്ളിനെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. ഇവിടെ ഒന്നും എല്ലാവരും വെക്കേഷനായിട്ട് ഏകദേശം എല്ലാവരും വിരുന്ന് പോയിക്കണം കേട്ടോ. ഭയങ്കര ശാന്തമായിട്ടിരിക്കുകയാണ്. തെക്കുവീറിൻ്റെ സൗണ്ടൊന്നും കേൾക്കാനില്ല അല്ലേ, പക്ഷേ എനിക്ക് ശരിക്കും കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ അരി പൊടിച്ച് കഴിഞ്ഞിട്ട് അതേ ജാറിക്ക് തന്നെ പാളയംകുടം പഴം എന്നാണ് പറഞ്ഞിരുന്നത്, എനിക്ക് പൂവമ്പഴം കിട്ടിയത്. അപ്പോൾ അത് അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശർക്കരപ്പാനി തിളപ്പിച്ച് ചൂടോടുക്കൽ ചേർക്കണം എന്നുള്ളതാണ് അത്രേ അതിൻ്റെ സംഭവം ഇരിക്കുന്നത്. അപ്പം നമ്മളതൊക്കെ ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ഉണ്ടാക്കണം കേട്ടോ. ഞാൻ നമ്മുടെ ഉണ്ണിയപ്പത്തേക്ക് ഇങ്ങനെ മുറിച്ചിടാൻ വേണ്ടിയിട്ട് ആണ് തേങ്ങ പൊട്ടിച്ചത്. അപ്പം ഇത് ഇങ്ങനെ തേങ്ങയിൽ ഇങ്ങനെ മുറിച്ചെടുക്കലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം തേങ്ങ തന്നെ സ്വന്തമായിട്ട് അടർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് മാത്രം ഒന്ന് അടർത്തിയെടുക്കാനുള്ളൂ കേട്ടോ. ഈ തേങ്ങ പൊട്ടിക്കലും തേങ്ങ അടർത്തലും ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. എനിക്കത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് കേട്ടോ. എന്തായാലും ഞാൻ തേങ്ങ എന്നെ കൊണ്ട് കഴിയും വിധത്തിൽ അടർത്തിയെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ സായിമോൻ്റെ ഒരു നൂഡിൽസ് ഒക്കെ ഉണ്ടായി കഴിക്കുന്നുണ്ട്. എന്താ സായിക്കുട്ടിക്ക് നേരത്തെ നൂഡിൽസ് ഉണ്ടായി കഴിക്കലേ? പിന്നെ നമ്മുടെ സായിക്കുട്ടിലെ ഇവിടെ വന്നേ കാണിച്ചമ്മ, ഇവിടെ വന്ന് നോക്കട്ടെ അമ്മ, കാണിക്കടാ. നമ്മുടെ സായിക്കുട്ടിക്ക് എന്തോന്ന് അറിയില്ല കേട്ടോ, ഒരു കഴുത്തിൻ്റെ ഇവിടെ ഒരു അലർജി പോലെ എന്തോ ഒരു സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നെഞ്ചിൻ്റെ ഈ ഭാഗത്തുണ്ട്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മളിവിടെ താഴെ ഒരു ഹോമിയോ ഡോക്ടറുണ്ട്, അവരെ കാണിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുഴപ്പമുണ്ടല്ലോ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ നോമ്പ് തുറന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതാണ്. പക്ഷെ അവനക്ക് ഈ രാത്രി സമയത്തുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു നൂഡിൽസ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഓനെ ഉണ്ടാക്കിയിട്ട് ഓനെ അങ്ങോട്ട് കഴിച്ച് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ സായിക്കുട്ടി അങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി പോയി. നമ്മൾ തേങ്ങാക്കൊത്ത് നെയ്യിലൊക്കെ ഇട്ട് വറുത്ത് നമ്മൾ ഉണ്ണിയപ്പം മിക്സിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എള്ളും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ എള്ള് ഞാൻ കഴുകിയിട്ട് അതും ചേർത്തു. ഇതിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം സോഫ്റ്റായി വന്നേനെ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹാളിൽ പോയിട്ട് ഇന്നുമോൾ അവിടെ പെരുന്നാളിൻ്റെ ഡെക്കറേഷൻസിൻ്റെ സാധനം ഉണ്ടാക്കുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് നോക്കി വന്നു. ബേക്കിംഗ് സോഡ ചേർത്താൽ മതി, അതൊരു പിഞ്ച് ചേർത്താൽ കുറച്ച് സോഫ്റ്റായി വന്നേനെ. പക്ഷേ ഞാൻ ബേക്കിംഗ് സോഡ വേണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ അത് എനിക്ക് കുറച്ച് പണി കിട്ടുകയും ചെയ്തു കേട്ടോ. കാരണം ഉണ്ണിയപ്പം ഇങ്ങോട്ട് സോഫ്റ്റായി വന്നില്ല, കുറച്ച് ഹാർഡായിരുന്നു. ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് പെരുന്നാളിൻ്റെ തലേ ദിവസം എല്ലാവർക്കും കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്. പക്ഷേ പിന്നെയാണ് സായിക്കുട്ടി പറഞ്ഞത് എല്ലാവരും വിരുന്ന് പോയിക്കണം, സ്കൂളും പൂട്ടിയ സമയമല്ലേ. അപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്തെ റൂമിലത്തെ ആളും എല്ലാവരും വിരുന്ന് പോയി. കുട്ടികളൊന്നും താഴെപ്പോൾ കളിക്കാനില്ല, ആകെ ഒരു കുട്ടി മാത്രമുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഉണ്ണിയപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഴിക്കണ്ടേ, ഈ കുട്ടികളൊന്നും ഉണ്ണിയപ്പം കഴിക്കത്തുമില്ല. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു വിശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഞങ്ങൾ 2 ദിവസം മുമ്പേ ഇവിടെ പെരിന്തൽമണ്ണയിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കുറച്ച് കണ്ടുവന്നാലോ. നമ്മളെടുക്കാൻ വന്നിരിക്കുന്നത് നമ്മളൊന്ന് നോമ്പ് തുറ നമുക്ക് പുറത്തുനിന്നാണ്. നമ്മൾ കുറേ ദിവസമായി. ഇവിടെ അടിപൊളി പാർക്കൊക്കെ ഉണ്ട്. നമ്മളെ ഷെഫിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നല്ല നാളെ അല്ലേ. അതുപോലെ ബർത്ത്ഡേ പാർട്ടി കൂടി വേണ്ട നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അല്ലേ.
പെരിന്തൽമണ്ണയിൽ പേ ചെയ്തിട്ടേ നോമ്പ് തുറക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ നെബിലിറ്റിയൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബിനിയാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടാണ്, നമ്മുടെ തൊട്ടടുത്ത റൂമിലാണ്. അപ്പോൾ ആളുടെ മൂത്ത കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനും കുട്ടികളും കൂടിയിട്ട് അവളുടെ കൂടെ വന്നതാണ് കേട്ടോ. രസമാണ്, നമ്മൾ സ്ഥിരം വീട്ടിൽ നല്ലേ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് നോമ്പ് തുറക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. ഒരു എന്താ പറയുക, സ്ഥിരം നമ്മൾ വീട്ടിൽ കേൾക്കുമ്പോൾ ബോറടിക്കൂലേ. അപ്പോൾ ഒരു ദിവസം പുറത്തേക്ക് പോകാൻ നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടാവില്ല. നല്ല ലൈറ്റും നല്ലൊരു കാറ്റും ഒക്കെ ആയിട്ട് കുറേ വ്യത്യസ്തമായി നമ്മളറിയാത്ത കുറേ ആൾക്കാരും ഒക്കെ ആയിട്ട് ഒരു വ്യത്യസ്ത തരം നോമ്പ് തുറയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സ്, പിന്നെ സമൂസ, കട്ട്ലറ്റ്, 2 തരം ജ്യൂസ്, തരിക്കഞ്ഞി, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടട്ടോ. എൻ്റെ മോളൊക്കെ നല്ല അടിച്ച് മാറലായിരുന്നു. എൻ്റെ മോള് എല്ലാ സംഭവങ്ങളും കഴിച്ചിരുന്നു. ഒരു വലിയ ആൾക്കാർക്ക് 100 രൂപയും പിന്നെ സായക്കുട്ടിക്കൊക്കെ 250 രൂപയും അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ചാർജ്. പക്ഷേ സായക്കുട്ടിക്കൊക്കെ 250 പറയുമ്പോൾ നഷ്ടമാണ്, കാരണം ഓന് നന്നായിട്ട് ഫുഡ് കഴിക്കും. മുന്തിരാണ്ട് അത് കന്നെ വേണം. അത് കഴിച്ചോ. ഇതാണ് നമ്മുടെ റിഫുകുട്ടൻ കേട്ടോ. ഭയങ്കര വില്ലനാണ് ആള്. അയ്യോ, അവന് പ്രായം അതാണ്, വില്ലത്തരം കാട്ടുന്ന പ്രായമാണ്. പക്ഷെ ഭയങ്കര പുറത്തൊക്കെ വന്നപ്പോൾ നല്ല മിടുക്കനാണ് കേട്ടോ. അവനക്ക് കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനവിടെ ഹാപ്പി ആയിട്ട് നടന്നോളും. അപ്പോൾ നമ്മൾ സ്നാക്സ് എല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് മെയിൻ കോഴ്സ് കഴിക്കാറ് പുറത്തുനിന്നായതുകൊണ്ട് ഇനിയാണ് നമ്മൾ മെയിൻ കോഴ്സിലേക്ക് കിടക്കാൻ പോകുന്നത് കേട്ടോ. അവിടെ എന്തൊക്കെ ഫുഡ് ഉണ്ട് നമുക്ക് നോക്കാം. ഫുഡ് കഴിക്കല്ലേ? ആ, പക്ഷേ 7:30 സമയത്തോട് നടന്നോ. ആ, ആദ്യപ്പം നടക്കും. അപ്പോൾ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അവിടെ ബുഫേ ആയിരുന്നു. അപ്പോൾ അവിടെ നല്ല ബീഫ് ബിരിയാണി, ബീഫ് വരട്ടിയത്, ചിക്കൻ പൊരിച്ചത്, പിന്നെ ഊത്തപ്പം, പൊറോട്ട, പത്തിരി, അതിനുള്ള നല്ലൊരു കറി, സലാഡ്, ഉപ്പിലിട്ടത്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതെനിക്ക് മനസ്സിലായി കാശ് നഷ്ടമാവുന്നു. കാരണം നമ്മൾ നോമ്പ് തുറന്ന ഉടനെ നമ്മൾ പിന്നെ വലിയ ഫുഡ് കഴിക്കൂലല്ലോ. നമ്മളൊരു കുറച്ച് പിന്നെ 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ. ഇത് നമ്മൾ നോമ്പ് തുറന്ന ഉടനെ തന്നെ വീണ്ടും വലിയ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോളിങ് കിട്ടും എന്നൊരുറപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ ബീഫ് ബിരിയാണി സൂപ്പറായിരുന്നു. ബീഫ് വരട്ടിയതും ബീഫ് പിന്നെ നമ്മൾ ഒരുവിധം കുക്കിംഗ് അറിയുന്നവർ വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫിന് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ. പക്ഷേ ചിക്കനൊന്നും ആ ടേസ്റ്റ് കിട്ടത്തില്ല. അങ്ങനെ ബീഫ് നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ഇരുന്നിട്ട് ആദ്യം ഒരു ബീഫ് ബിരിയാണി റൗണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പൊറോട്ടയും പത്തിരിയും കാര്യങ്ങളും അതും കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പാർക്കിലൊക്കെ ഒന്ന് കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ പാർക്കിൽ കയറിയിട്ട് അവിടെ കുട്ടികൾക്ക് 100 രൂപയും പിന്നെ നമുക്ക് പോയിട്ട് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് 20 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സായക്കുട്ടിയൊക്കെ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് ആദ്യം ഇതിൽ ഞാൻ കയറൂല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ആൾ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പിന്നെ ഓനായി പിന്നെ മെയിൻ താരം. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കളിച്ചു. കുട്ടികൾക്കും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. കുറേ ദിവസം നമ്മളിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ അടഞ്ഞിരിക്കുമ്പോഴേ ഒരു ദിവസം നമ്മളൊന്ന് പുറത്തേക്ക് പോകണം. അത് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു ദിവസം പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇനി ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകണം. പക്ഷേ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തേക്ക് പോകുന്ന കാര്യമൊക്കെ കണക്ക് തന്നെ ആയിരിക്കും കേട്ടോ. അത് എൻ്റെ കഥ അങ്ങനെയാണ്, നിങ്ങളുടെ കഥ എങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ സായ്ക്കുട്ടിയൊക്കെ നല്ല തകർപ്പൻ എൻജോയ്മെൻറ്റിലാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഇന്നുമോള് പറയുന്നുണ്ട് അമ്മ ഞാനും കയറി വയ്ക്കാമല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഇന്നുമോളോട് പറഞ്ഞു ഇന്നുമോളത് ചെറിയ കുട്ടികൾക്കുള്ളതാണെന്ന്. കാരണം അതിൽ ഓൾറെഡി കാറ്റ് കുറച്ച് കുറവാണ് കേട്ടോ. അത് സായ്ക്കുട്ടിയൊക്കെ കയറുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആടുന്നു ഉലയുന്നൊക്കെ ഉണ്ട്. പക്ഷെ വീഴാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഇന്നുമോൾക്ക് ഭയങ്കര സങ്കടം. ഞാൻ ചെറുപ്പത്തിലാവുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ എവിടെയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അവൾ ചെറുപ്പത്തിലാകുമ്പോൾ അത് സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ എക്സ്പോയിലൊക്കെ ഉണ്ടാവും ഈ വക സംഭവങ്ങൾ. എന്തോ നമ്മളവളെ അങ്ങനത്തെ സംഭവത്തിലൊന്നും കയറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും സായ്ക്കുട്ടി നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അവിടെ എല്ലാ കുട്ടികളും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഈ ഒരു പ്രായത്തിലല്ല അവർക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഒരു പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും പേടിക്കാതെ ഡാൻസ് ചെയ്യാനും തുള്ളിച്ചാടാനും ഒക്കെ പറ്റുള്ളൂ അല്ലേ. നമ്മളൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാർ കാണുമെന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ടെൻഷൻസ് അത് ഇത് കാരണം കൊണ്ടൊക്കെ
നമുക്ക് ചിലപ്പോഴൊന്ന് തുറന്ന് ചിരിക്കാനും കൂടിയും പറ്റില്ല. എന്തായാലും ഈ പ്രായത്തിലൊക്കെ അവർ ചിരിക്കും കളിക്കുകയൊക്കെ ചെയ്യട്ടെ. നമ്മളെ പ്രായത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ എന്തായാലും ടെൻഷൻ അടിച്ച് കുറേ ജീവിക്കാനുള്ളതല്ലേ. അങ്ങനെ ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാ എനിക്ക് ഇനി പിന്നെ അവളിപ്പോൾ വീട്ടിലേക്ക് പോയിക്കാണ്. അവൾ തിരിച്ച് വന്നിട്ട് വീണ്ടും ഞങ്ങൾ ഒരുപാട് സ്ഥലത്തേക്കൊക്കെ പോകണം. അങ്ങനെ ഗായ്സ് നമ്മളെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇന്നോ ഇരുന്ന് കഴിച്ചോ? എന്തായി നോക്കട്ടെ. എത്രയാണ് കുറച്ച്? ഞാനിത് നമ്മൾ ഷൈജമ്മൻ്റെ വീഡിയോയിൽ ഷൈജമ്മ ഉണ്ടാക്കണമല്ലേ ഇങ്ങനത്തെ കണ്ടിട്ടുള്ളൂ. ഞാനിങ്ങനെ കണ്ടുള്ളൂ കേട്ടോ. എന്തായാലും ഇപ്രാവശ്യത്തെ ഇത് പോകാർക്ക് നമുക്ക് ഷൈജമ്മനെ നല്ല അടിപൊളി നക്ഷത്രമാണല്ലോ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. തൽക്കാലം ഇപ്പോൾ ബാലനക്ഷത്രം ആക്കാന്ന് സാരല്ല. എങ്ങനെയാ കൊട്ടിച്ച് സാധനം സെറ്റാക്ക്. അപ്പോൾ അത് നമ്മൾ ഷൈജമാനെ വെട്ടിക്കൂടിഞ്ഞു. ഷൈജമാൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ പൊങ്കാലും കേട്ടോ. കോപ്പി അടിച്ചിട്ടല്ല, ഷൈജമാനെ വെട്ടിക്കൊക്കെ ആവൂല പറഞ്ഞിട്ട്. നമ്മൾ ഈദ് മുബാറക്ക് എഴുതുന്ന ഡെക്കറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇന്നുമോളെ ഏൽപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് കിച്ചണിലേക്ക് പോന്നിട്ടു. നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൽ വളരെ കുറവാണ് കേട്ടോ. പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ അനാവശ്യമായ ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ പെരുന്നാളിന് നമ്മൾ ചോറ്, പിന്നെ പയറുപ്പേരി, മോരുകൂട്ടാൻ, പിന്നെ ബീഫ് വരട്ടിയത്, പപ്പടം, അച്ചാർ, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവർക്കും അത് ഇഷ്ടമാണ്. നമ്മളത് ചോദിച്ച എല്ലാവരോടും ഞാൻ ഈ ഒരു മെനു പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു എന്താ ബിരിയാണി ഉണ്ടാക്കാത്തത് എന്ന് ചോദിച്ചു. ബിരിയാണി നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനെ പെരുന്നാളിന് എന്തോ കുറേ വർഷമായിട്ട് ഞാൻ എല്ലാ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും ഈ ചോറ്, മോരുകറി, ബീഫ് വരട്ടിയത്, പയറുപ്പേരി, അച്ചാർ, പിന്നെ മുളക് കൂട്ടാൻ ഉണ്ടാവുമായിരുന്നു. മുളക് കൂട്ടാൻ ഉണ്ടാക്കുന്ന റെസിപ്പി എനിക്കറിയില്ല, അതുകൊണ്ട് അതില്ല. അത് കഴിച്ചിട്ട് അതൊരു ശീലമാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കോംബോ ഫുഡ് ഇഷ്ടമാണ്. ട്രഡീഷണൽ പെരുന്നാളിൻ്റെ ഫുഡ് എനിക്കിഷ്ടം. ബിരിയാണി, മന്തിയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബീഫെല്ലാം കഴുകി 2 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ കുറച്ചെടുത്ത് വെച്ചു. ബാക്കി നമ്മൾ ഇപ്പോൾ വേവിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ടോ. നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി വെറുതെ വെള്ളച്ചിട്ടൊന്ന് കഴുകിയിട്ട് ആ എണ്ണ ഒന്ന് തുടച്ച് മാറ്റി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുമ്പല്ലേ ചട്ടി, അപ്പോൾ തുരുമ്പെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ബീഫ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് ഉലുവ, ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാം എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിലിട്ട് നല്ല വണ്ണം ഇങ്ങനെ എന്താ പറയുക കുഴച്ച് ചേർത്ത് വെച്ച് വിസിലൊക്കെ വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നാളെയാണ് നമ്മളിത് ബീഫ് കറിയാക്കാൻ പോണത് കേട്ടോ. ഞാൻ പെരുന്നാളിൽ മേടിച്ചിട്ടൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാവേ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ മറ്റേ ഷൈജാൻ്റെ വീട്ടിൽ ഇങ്ങനെ കത്തിക്കണ സീന് അത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്രാവശ്യം ഇങ്ങനെ പെരുന്നാൾ പ്രമാണിച്ച് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച 2 മറ്റേ മെഴുകുതിരി കത്തിക്കണ എന്തെങ്കിലും പറയാം, ഇതെന്ത് പറയാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെക്കും കേട്ടോ. നല്ല രസമല്ലേ. ഇനി എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനൊരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ദിവസം തന്നെ സംഭവിച്ച വിശേഷമാണ്. പക്ഷേ അതുകൂടി ഈ വീഡിയോൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ആ വിശേഷമായിട്ട് ഉടനെ വരും കേട്ടോ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു 24 മണിക്കൂറത്തേക്ക് കഴിഞ്ഞാൽ മുമ്പ് തന്നെ വരും ഇൻഷാ അല്ലാ. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. വീഡിയോ ഇടാൻ ഞാൻ കുറേ വൈകുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഈ വീഡിയോ ഇടാൻ ഞാൻ ഒട്ടും വൈകിക്കൂല കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോഴേ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും നമ്മുടെ സ്കിന്നിലെ ഡാമേജസ് കുറക്കുവാനും വേണ്ടിയിട്ട് നേച്ചർ ഷോറിൻ്റെ പോർസ് ആൻഡ് മാർക്സ് ഫേഷ്യൽ ബ്യൂട്ടി ഓയിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കി നോക്കൂ കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ടായിരിക്കും.